പ്രിയമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഈ ബ്ലൗസിൻ്റെ കട്ടിങ് എല്ലാം പല രീതിയിൽ വീഡിയോ ഇടുമ്പോഴേ പലരും കമൻറ്റിൽ എന്നോട് ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾ ഈ കൊളുത്ത് വെക്കുന്ന കാര്യം അതിൻ്റെ തിയറി എങ്ങനെയാണ്, നൂല് കോർക്കുന്നത് എങ്ങനെയാണെന്ന്. ഈ കയ്യിലാ കാണുന്ന പാട് നോക്കണ്ട കേട്ടോ, അതൊരു സ്ക്രൂ ഡ്രൈവർ കൊണ്ടതാണ്, അതേപ്പറ്റി ചിന്തിക്കേണ്ട. നൂല് കോർക്കുന്ന മുതലുള്ള ഹുക്ക് വെക്കുന്നു, ഐ വെക്കുന്നു നമ്മളിന്ന് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നിങ്ങൾക്ക് ദേശം ചില്ലറപ്പണി എന്നുള്ള എല്ലാ ടൈലേഴ്സിനും ഒരു മടി വരുന്ന കാര്യമാണ്. എങ്കിലും ഇതൊരു രസകരമായ രീതിയിൽ നമ്മൾ ചെയ്താൽ നമുക്കതൊരു സന്തോഷമായ കാര്യമാണ്. നൂല് കോർക്കുന്നത് ഞാൻ പെട്ടെന്ന് കാണിച്ചു തരാവേ. നോക്കണം, കൈവെള്ളയ്ക്കകത്ത് നമ്മളിങ്ങനെ നൂല് ആ സൈഡിൽ ഇടുന്നു. ഇട്ടിട്ട് കൈ സൂചി കണ്ടല്ലോ, സൂചി കിടക്കുന്നത് എങ്ങനെ, നൂല് അങ്ങനെ ഇടുന്നു. ഒരു മടക്കി അങ്ങനെ ഇട്ടിട്ട് സൂചി 7-ാം നമ്പർ സൂചിയാണ് എടുക്കേണ്ടത്. 7-ാം നമ്പർ സൂചിക്ക് 2 വശമുണ്ട് നൂല് കോർക്കുന്നത്. ഒന്ന് ഉള്ളിലേക്ക് കയറി കുറച്ചിരിക്കും, ഒന്ന് ഫ്ലാറ്റായിട്ടും ഇരിക്കും. ഇത് ചില സൂചിക്ക് വരത്തില്ല, പക്ഷേ ചില കമ്പനിയുടെ സൂചിക്ക് നല്ലതുപോലെ അറിയാം. കാരണം ആ നൂല് കയറിപ്പോകുന്നത് അതിൻ്റെ ഒരു ഭാഗമുണ്ട് കേട്ടോ. അത് നമ്മൾ ഏത് സൈഡിട്ടാലും കയറും, എങ്കിലും ആ ഒരു സൈഡാണ് കമ്പനി ഉദ്ദേശിക്കുന്നത്. ഒരു കുഴിവ്, നേർത്ത കുഴിവുള്ളൊരു സൈഡുണ്ട്. അതൊക്കെ ഒരു മില്യൺ പോയിൻറ്റിലേ നമുക്ക് കാണാൻ പറ്റുള്ളൂ, കമ്പനി അവകാശപ്പെടുന്നതാണ്. അപ്പം ആ ഒരു പോയിൻ്റ് കാണുമെങ്കിൽ അതൊന്ന് കണ്ടുപിടി. ഈ കൈവെള്ളയിൽ ഇങ്ങനെ തിരിച്ചും മറിച്ചും വെച്ച് അമ്മയ്ക്ക് നമുക്കറിയാം. ഇതിങ്ങനെ അങ്ങോട്ട് സൂചി വെക്കുക. ഇത് യൂട്യൂബിലൊക്കെ പലരും ഇട്ടിട്ടുണ്ട്, പലരും നിങ്ങൾ കണ്ട. എന്നാലും എളുപ്പ വഴി ഒന്നുമില്ല. 3-4 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടോ, പെട്ടെന്ന് നമുക്ക് കോർത്തെടുക്കും. ഇത് ഞാൻ സാവധാനം കാണിച്ച് നിങ്ങൾക്കൊന്ന് പഠിക്കാൻ വേണ്ടിയാണ് ഞാൻ എടുത്തു. അപ്പോൾ നൂല് കോർക്കുന്നത് നമ്മൾ പഠിച്ചു. മറ്റേ രീതിയിൽ പെട്ടെന്ന് കോർക്കുന്നവർക്ക് കോർക്കാം, കണ്ണിന് ഇച്ചിരി കാഴ്ച കുറവുള്ളവർക്ക് ഇങ്ങനെ വേണേലും കോർക്കാം. ഒരറിവ് നിങ്ങൾക്ക് പറഞ്ഞു തന്നേ ഉള്ളൂ. ഇത് തുടരുന്നത് അവനവൻ്റെ ഇഷ്ടത്തിൽപ്പെട്ട കാര്യങ്ങളാണ് കേട്ടോ. എന്നിട്ട് നമ്മൾ ചില്ലറ പിടിക്കുന്നു. കാരണം എൻ്റെ ഒരു രീതി വെച്ച് കട്ടിങ് പഠിക്കുന്ന നിങ്ങൾ യഥേഷ്ടം ഞാൻ നിങ്ങൾക്ക് ആദ്യം മുതലുള്ളൊരു ഇതും കൂടെ ഞാൻ പറഞ്ഞു തരുവാണ്. പിന്നെ ഹുക്കെടുത്ത് പിടിക്കുന്ന ഒരു വശം കണ്ടോ, നമ്മുടെ ഒരു വിരൽ താഴെ പിടിച്ചിട്ട് നമ്മുടെ തള്ള വിരൽ കൊണ്ട് നമ്മളിങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെയാണ് നമ്മൾ ഇത്. കാരണം ഒരു ആശാൻ്റെ കീഴിൽ പോയി നമ്മൾ തൊഴിൽ പഠിച്ചതും അല്ലാതെ യൂട്യൂബിൽ കണ്ടു പഠിക്കുന്നതായിട്ട് ഒരുപാട് വ്യത്യാസം. പക്ഷേ ഇതുപോലുള്ള വീഡിയോകൾ ആരും ഇടത്തില്ല. കാരണം ഒരു പക്ഷേ ഈ പറഞ്ഞു തരുന്നവർക്ക് പോലും ഇതിൻ്റെ തിയറി അറിയത്തില്ലെന്നുള്ളതാണ് വാസ്തവം. യഥാർത്ഥമായ അടിസ്ഥാനത്തിൽ ഞാനൊക്കെ ഒരാളുടെ കീഴിൽ 3 വർഷം ഇങ്ങനെ ഇരുന്ന് ചില്ലറപ്പണി ചെയ്യിച്ച് ടൈൽ പഠിച്ചു. ഇപ്പം ഞാൻ ആ ഒരു സൂചി കുത്തുന്നതും സൂചി കറക്കി എടുക്കുന്നതും കണ്ടോ, നൂലുടക്കത്തേയില്ല. ആ വിരൽ നമ്മൾ പിടിച്ച വിരലോട്ട് വിടുകയുമില്ല. വിരലിൽ നമ്മൾ ഒരു കാരണവശാലും സൂചി കൊള്ളത്തുമില്ല. കണ്ടോ, ഹുക്ക് കറക്റ്റായിട്ട് നമ്മുടെ കയ്യിലിരിക്കും. ബ്ലൗസ് കീറിയാൽ പോലും ഈ ഹുക്ക് പോവുകയില്ല. ഈ ഹുക്ക് ചെരിഞ്ഞും പോകത്തില്ല, നേരെ തന്നെ. ചിലർ ഹുക്കൊക്കെ വെച്ചാൽ കണ്ടിട്ടുണ്ടോ, ഈ ഹുക്ക് ചെരിഞ്ഞിരിക്കും. ഇത് നോക്കി എത്ര ലെവലായിട്ടാണ് ഇരിക്കുന്നത്. ഇങ്ങനെ ഇരിക്കും, നമ്മളൊരു പൂ കെട്ടിയതുപോലെ ഇരിക്കും ഈ ഹുക്ക് നമ്മൾ തയ്ക്കുമ്പോൾ. നിങ്ങൾ ചെയ്യുന്ന എല്ലാ പണിക്കും നിങ്ങളുടേതായ ഒരു വൃത്തി എപ്പോഴും നോക്കണം. ആ കൈ പിടിക്കുന്നതും സൂചി കയറ്റുന്നതും തിരിച്ച് വലിക്കുന്നതും കണ്ടോ എങ്ങനെയാണെന്ന്, എത്രയോ കറക്റ്റായിട്ട്. ഇനി അതല്ല, തയ്യൽ അറിയത്തില്ല, നമ്മുടെ ബ്ലൗസിൽ നമ്മുടെ ഒരു ഹുക്ക് പോയി, പിള്ളേരുടെ ഉടുപ്പിൻ്റെ ഹുക്ക് പോയി, ബ്ലൗസിൻ്റെ പോയാൽ നമുക്ക് തന്നെ ഒന്ന് മാറ്റി വെക്കണമെങ്കിൽ കണ്ടോ, സൂചി നൂല് കോർത്ത് വലിക്കുന്നതും കണ്ടോ. ഇത് നമ്മുടെ നാടൻ രീതിയിൽ ഒരു ആശാൻ്റെ കീഴിലിരുന്ന് പഠിച്ചാലേ ഉള്ളൂ നമുക്ക് ഇതുപോലുള്ള അറിവുകൾ കിട്ടുകയുള്ളൂ. അതുകൊണ്ടാണ് സൂചി അങ്ങനെ ഇടയ്ക്കും നമ്മൾ കുത്തിയെടുക്കണം. അതെല്ലാവരും ഓർക്കും നൂല് കാണത്തില്ലെന്നുള്ളതല്ല, പക്ഷേ അത് ഈ ഹുക്കിൻ്റെ ഒരു ഉറപ്പിന് വേണ്ടിയാണ് നമ്മൾ ചെയ്യുന്നത്. എന്നിട്ട് ഇങ്ങനെ കുത്തിയെടുക്കുക. ഇങ്ങനെ 5 പ്രാവശ്യം നൂലിടണം. 2 മടക്കുള്ള നൂല് ഒരു ഹുക്കിൻ്റെ 5 പ്രാവശ്യം ഇടണമെന്നാണ് എൻ്റെ ആശാൻ എന്നോട് പറഞ്ഞു തന്നിരിക്കുന്നത്. അപ്പോൾ കാണുന്ന നിങ്ങളും അങ്ങനെ തന്നെ ചെയ്യണം. കണ്ടോ, അങ്ങനെ ഇടുന്നു. അതേപടി ഇട്ടിട്ട് തിരിച്ച് നമ്മൾ വെളിയിലോട്ടെടുത്ത് കെട്ടിടണം. എങ്ങനെ നോക്കി, എത്ര ഭംഗിയായിട്ട് ആ ഹുക്ക് പോകത്തേയില്ല. തീർച്ചയായിട്ടും നിങ്ങൾ നല്ല രീതിയിൽ ഈ ടൈലറിങ് പഠിക്കുന്ന ഒരാളാണ്, അതെനിക്ക് നല്ലതുപോലെ അറിയാം. അപ്പോൾ ആ സ്ഥിതിക്ക് ഇതുപോലെ തന്നെ നമ്മൾ പഠിക്കണം. എന്നിട്ട് ലാസ്റ്റ് കെട്ടിട്ട് അത് പൊട്ടിക്കാൻ നേരം 2 മടക്കിടണം. 2 മടക്കിട്ട് നഖത്തിൻ്റെ അങ്ങനെ പിടിച്ചിട്ട് കൈകൊണ്ട് നമ്മളിങ്ങനെ വലിച്ചാൽ നൂല് പൊട്ടി വരും. ഒരു കാരണവശാലും ഈ ഹുക്ക് ആ ബ്ലൗസ് കീറിയാൽ പോലും പറഞ്ഞു പോകത്തില്ല. ചിലർ ബ്ലൗസ് തയ്ച്ച് ഹുക്ക് ഇടുന്നു, 3-ാമത്തെ പ്രാവശ്യം ഹുക്ക് കഴിഞ്ഞു പോകും. പക്ഷേ നമ്മുടെ പണിയുടെ വൃത്തിയായ ഭാഗങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് ഈ ഹുക്ക് പിടിക്കുന്നത്. ചില്ലറപ്പണി എന്നാണ് കൂടുതലും ഇങ്ങനെ ഈ മേഖലയിൽ പറയുന്നത്. ചില്ലറപ്പണി ചെയ്തു. ഇതിപ്പോൾ നമുക്കിത് കെട്ടിടുന്ന കാണിച്ചു തരാവേ. ചുമ്മാ നോക്കുക, നിസ്സാര കാര്യം. അങ്ങനെ വെച്ചു, 1, 2, 3 പ്രാവശ്യം തിരിച്ചിട്ട്
മേളിലോട്ടെടുത്തു, ഒന്ന് കറക്കി ഹുക്കിട്ടു, വലിച്ചു. ഏതെങ്കിലും വീഡിയോയിൽ നിങ്ങൾക്ക് ഇങ്ങനെ പറഞ്ഞു തന്നിട്ടുണ്ടോ? ഒന്നും കൂടെ നോക്കിക്കേ. കാരണം ബ്ലൗസിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളിലൊന്നാണ് കൊളുത്ത്. എന്നാൽ ഇതൊട്ട് ആരോട്ട് പറഞ്ഞു തരികയുമില്ല. പക്ഷെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരും. കാരണം നിങ്ങൾ നല്ല രീതിയിൽ വൃത്തിയായിട്ട് ടൈലർ ജോലി ചെയ്ത് സമ്പാദിക്കണമെന്നും നാട്ടിലൊരു പേരെടുക്കണമെന്നും എനിക്ക് ആഗ്രഹമുണ്ട്. എൻ്റെ കൂടെ നിൽക്കുന്ന എൻ്റെ വരിക്കാർ തീർച്ചയായിട്ടും എടുക്കുന്നത് ഐ കെട്ടുന്നത് കണ്ടോ, ഇങ്ങനെ തന്നെ ചെയ്യണം. കണ്ടോ ഈ ഐ എങ്ങനെയാണ് എടുക്കുന്നതെന്ന് നോക്കി. 3-4 പ്രാവശ്യം നമ്മൾ അങ്ങനെ ഇട്ടു. അത് എളുപ്പത്തിന് വേണ്ടി 4 മടക്കി ഇടുകയും ചെയ്യില്ല, ആ ഭംഗി പോകും. 2 മടക്കി തന്നെ നമ്മൾ കണ്ട ഹുക്കിട്ട് അങ്ങനെ ആക്കിയതിന് ശേഷം നമ്മളിങ്ങനെ വലിച്ചെടുക്കണം. അങ്ങനെ വലിച്ചെടുക്കണം. അങ്ങനെ വേണം. 2-3 പ്രാവശ്യം നമ്മൾ അങ്ങനെ കയറ്റിയിട്ടു. നല്ല രീതിയിൽ അങ്ങനെ എത്തു. അപ്പോൾ അത് തന്നെ കാണാൻ നല്ലൊരു ഭംഗി നിൽക്കും കേട്ടോ. കാണിച്ചു തരാം. അങ്ങനെ ആ ഒരു 1.5 പോയിൻ്റാണ് നമ്മൾ ആ കുത്തിയത്. അതിങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നല്ല ഫിനിഷ്, ഒരു പൂ പോലെ ഒരു സൈഡിലോട്ട് ചെരിഞ്ഞിരിക്കും. ഇത് നിർബന്ധമായിട്ട് നിങ്ങൾ ചെയ്യണം. ഹുക്കിൻ്റെ ഒരു ഭാഗമാണിത് കേട്ടോ. അപ്പം അങ്ങനെ തന്നെ ചെയ്യുക. കണ്ടോ ഇങ്ങനെ എടുത്തു. അപ്പം കണ്ടോ ആയിരിക്കുന്ന കണ്ടോ, എത്രത്തോളം ഭംഗിയായിട്ടായിരിക്കുന്നത് കണ്ടോ, നോക്കിക്കേ. അങ്ങനെ വേണം. എന്നിട്ട് അടിയിൽ നമ്മൾ എടുത്തു. 2 പ്രാവശ്യം നമ്മൾ ഇതിട്ടു, കറക്കി കെട്ടിട്ട് ആ വിരൽ അങ്ങനെ പിടിച്ചു. കണ്ടോ വിരലിട്ട് അങ്ങനെ പിടിച്ചിട്ട് നൂല് നമ്മൾ അങ്ങനെ അമക്കി പൊട്ടിച്ചിങ്ങെടുക്കണം. ഇനി നിങ്ങളത് വേണ്ട, പൊട്ടുന്നില്ലെന്ന് ഒരു കാര്യം ചെയ്യും, നിങ്ങൾ റിമ്മർ ഉപയോഗിച്ച് കെട്ടിയെടുത്താലും മതി. 2 ചുറ്റി. നമ്മുടെ ഒരു ടൈലറിങ് ജീവിതത്തെ ഏറ്റവും വലിയൊരു ഭാഗം ഒന്നാണ് ഈ കൈസൂചി നൂലും കോർത്ത് ചെയ്യുക. ഇനി ഒന്ന് തിരിച്ചു നോക്കിയേ. ഹുക്ക് എടുക്കുന്നത് കണ്ടോ, ഹുക്ക് വെക്കുന്ന നമ്മൾ പഠിച്ചല്ലോ, ഐ കെട്ടുന്ന പഠിച്ചല്ലോ. നമ്മൾ ബ്ലൗസിന് ഈ ഐ കെട്ടി കൊടുക്കുന്ന മറ്റേ നമ്മൾ മെഷീനിൽ അടിച്ചു കൊടുക്കുന്നതിനെക്കാട്ടിലും സേഫ്റ്റിയോ കേട്ടോ. ഒന്ന് നോക്കിയേ, എത്രത്തോളം നമ്മൾ വലിച്ചാലും ഇത് പോവില്ല. നമുക്ക് വേണമെന്ന് വലിച്ചു നോക്കാം കേട്ടോ. കണ്ടോ പൊട്ടിയില്ല. ഞാൻ അത്രയും ശക്തമായിട്ട് വലിച്ചിട്ട് തന്നെ അത് പൊട്ടിയില്ല. അപ്പം ഇതുപോലെയൊക്കെ ചെയ്ത് പഠിക്കുക. ഓക്കെ, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. നൂല് കോർക്കുന്നത് കണ്ടല്ലോ.